അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് കാണുന്നത് എർത്ത് ബെഞ്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് കഴിഞ്ഞാലേ ഇതിൻ്റെ മുകളിൽ മൂന്നാമത്തെ ഫ്ലോറിൽ ഒരു ക്ലാസ് റൂമുകൾ വരുന്നുണ്ട്. ഫുള്ള് AC ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ 16-ൻ്റെ UG ആണ് ഇട്ടിരിക്കുന്നത്. അതേപോലെ പോസ്റ്റിലേക്കും 16-ൻ്റെ UG ആണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ എർത്ത് ബെഞ്ച് ഇടണമെന്ന് വെച്ചാൽ മുകളിൽ നിന്ന് 2 കോപ്പറും ഈ മെയിൻ എർത്തിലേക്ക് 2 കോപ്പറാണ് ഇട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ മീറ്റർ ബോർഡിൻ്റെ അവിടേക്ക് ഒരു കോപ്പറും ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ബോഡി എർത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ നമ്മൾ ഈ എർത്ത് ആദ്യം തന്നെ നമ്മൾ കോപ്പറും കാര്യങ്ങളൊക്കെ ഇട്ട് അളവ് വെച്ച ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ വന്നിട്ട് നമ്മൾ സ്ഥലം കാണിച്ചു കൊടുത്തു. ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അണ്ണൻ വിളിക്കുന്നു, അണ്ണ ഇവിടെ കുളിക്കാൻ പറ്റില്ല, ഫുള്ള് സ്ലാബാണ്. ഞാൻ ചെന്ന് നോക്കുന്ന സമയത്ത് 2 സൈഡ് മാറ്റി നോക്കുമ്പോൾ സ്ലാബല്ല, ഇത് പണ്ട് ഇവർ ഈ ബിൽഡിങ് കോൺക്രീറ്റ് ചെയ്ത് മൊത്തത്തിൽ ചെയ്തിരിക്കുകയാണ്. അന്നത്തെ കാലത്ത് ഇൻ്റർലോക്കൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ബിൽഡിങ് മൊത്തത്തിൽ കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് അന്നത്തെ നല്ല ബലമുള്ള കോൺക്രീറ്റ് ആണ്. പിക്കാസ് ഒന്നും തീപ്പൊരി പോലത്തെ കോൺക്രീറ്റ് ആണ്, അത്ര സ്ട്രോങ് ആണ്. അപ്പോൾ നമ്മളെ അടുത്തുള്ള 5 kg ജാക്ക് ക്യാമറ വെച്ച് കത്തിക്കുകയാണെങ്കിൽ ചില മിക്കവാറും കത്തിപ്പോകും. മാത്രമല്ല വൈകുന്നേരം വരെ അത് ഹോളടിക്കേണ്ടി വരും കേട്ടോ. ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഇത് മൊത്തം കോൺക്രീറ്റ് പൊളിച്ചു. ഏകദേശം ഒരു 10-15 ഇഞ്ചോളം അത്ര കനത്തിൽ കോൺക്രീറ്റ് ഉണ്ട്. 2 ലെയറായിട്ടാണ് ഇത് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ അണ്ണം ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ കൊണ്ടൊന്നും അത് ശരിക്കും പറഞ്ഞാൽ അത് എടുക്കാൻ പറ്റില്ല, കാരണം സമയം പിടിക്കും. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഈ കാണുന്ന 2 ലെയർ കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ വേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 മണിയാകുമ്പോഴത്തേന് ഒരു 3/4 ഭാഗം കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ വന്നിട്ട് പറഞ്ഞു, ആ സൈഡ് മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്ലേറ്റ് എർത്തിങ് മാത്രം ഇറങ്ങാനുള്ള ലെവൽ എടുക്കുകയാണെങ്കിൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ചാല് പോലെ എടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്നത് കേട്ടോ. ഈ കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യണം. അപ്പോൾ 2 മീറ്ററിൻ്റെ എർത്താണ് പ്ലേറ്റ് എർത്തിങ് ആണ് ചെയ്യുന്നത് കേട്ടോ. സപ്പോർട്ട് ചെയ്യാം.